മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പലതരത്തിലുള്ള കൊലകളാണ് ഇന്നത്തെ കാലത്ത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ഇന്നത്തെ ക്രൈം ഫയൽ അത്തരത്തിൽ വേറിട്ടൊരു സംഭവമാണ് ചർച്ച ചെയ്യുന്നത്. 2 പേരെ വെട്ടിക്കൊന്ന ശേഷം കർഷക തൊഴിലാളി പോലീസിൽ കീഴടങ്ങിയ സംഭവം തികച്ചും വ്യത്യസ്തമാണ്. ആദ്യത്തെ കൊലപാതകം നടത്തി കീഴടങ്ങാൻ പോകുമ്പോഴാണ് രണ്ടാമത്തെ കൊല നടത്തിയത്. തിരുച്ചിറപ്പള്ളിയിലെ മുസിരിയിലാണ് സംഭവം. എം ഗീത, രമേശ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബാലചന്ദ്രൻ എന്ന വ്യക്തിയാണ് സംഭവത്തിൽ കീഴടങ്ങിയത്. ബാലചന്ദ്രനും അയൽഗ്രാമത്തിലെ ഗീതയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. പിന്നീട് ഇടയ്ക്കെപ്പോഴോ ബാലചന്ദ്രനുമായി ഗീത പിണങ്ങി. പലതവണ ശ്രമിച്ചിട്ടും ഗീത സംസാരിക്കാൻ തയ്യാറായില്ല. പ്രകോപിതനായ ബാലചന്ദ്രൻ അരിവാളുമായി ചെന്ന് ഗീതയെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇരുചക്രവാഹനത്തിൽ സ്ഥലം വിട്ട ബാലചന്ദ്രൻ വഴിയിൽ വെച്ച് മുൻ വൈരാഗ്യമുള്ള രമേശിനെ കണ്ടു. രമേശിനെയും വെട്ടിക്കൊന്ന ശേഷം ജംബുനാഥപുരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കൊലക്കേസിൽ എന്തായാലും ജയിലിലാവുമെന്നും ഒരു കൊല കൂടി നടത്തിയാലും ശിക്ഷ അതുതന്നെയാവും എന്നതുകൊണ്ടാണ് രമേശിനെയും വെട്ടിക്കൊന്നതെന്നാണ് ബാലചന്ദ്രൻ പറയുന്ന മറുപടി. അത്രയധികം ലാഘവത്തോടെയാണ് ഈ ഒരു കൊലപാതകങ്ങളെ ബാലചന്ദ്രൻ കണ്ടതും. കൃത്യമായ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് തുടരെയുള്ള കൊലപാതകങ്ങൾ എന്ന് മനസ്സിലാക്കാം. ശിക്ഷകൾ കടുപ്പിച്ചാൽ ക്രൈം കേസുകൾ കൂടുന്നത് കുറയ്ക്കാനാവും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇനിയും ഈ സമൂഹത്തിന് ദൃക്സാക്ഷികളാകേണ്ടി വരും. ഇന്നത്തെ ക്രൈം ഫയൽ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു.